ഡാമിന്റെ ബോട്ടത്തില് ഒരു വിള്ളലുണ്ട്. ആ വിള്ളല് നേരത്തെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ അതിന്റെ ഉള്ളില് കുറെ ഭാഗം ഈ വെള്ളത്തിന്റെയോ ചെളിയുടെയോ എന്തൊക്കെയോ ഒരു പ്രവർത്തനങ്ങളുണ്ട്. ആ സുർക്കി മിശ്രിതമാണല്ലോ, അത് വകഞ്ഞു പോയിട്ടുണ്ട്. അതിന്റെ ഉള്ളിലേക്ക് ഈ വെള്ളം പ്രഷറൈസ്ഡ് വെള്ളമാണല്ലോ, അപ്പൊ ആ വെള്ളം തള്ളി കയറുന്നുണ്ട്. ഈ കയറുന്ന ഭാഗത്തുള്ളത് ഒരു 2-3 മരത്തടികളോ എങ്ങാണ്ട് വച്ചിട്ടുണ്ട്. പണ്ടത്തെ ആണല്ലോ. ഈ മരത്തടി ദ്രവിച്ചിട്ട് ക്രാക്കായി പോവാം. ഈ ക്രാക്ക് വരുന്ന സമയത്ത് ഫുൾ ഫോഴ്സ് വെള്ളം പൊളിച്ചുകൊണ്ട് എല്ലാത്തിനും പൊളിച്ചുകൊണ്ട് വെളിയിലോട്ട് തള്ളുന്ന പോലെ. വേറെ എന്താ കണ്ടു? ഇത് ഒരു മൂൺ മെഡിറ്റേഷനാണ് കണ്ടത്. പിന്നെ അതിനുശേഷം 2-3 ദിവസം കഴിഞ്ഞിട്ട് സൺ മെഡിറ്റേഷനിൽ ഇതേപോലെ ആ സമയത്തൊക്കെ എല്ലാം ചർച്ചകളായി, എല്ലാം സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചകളായി. ആ സമയത്ത് മെഡിറ്റേഷൻ ചെയ്തപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഇതൊന്നുമില്ല, ഞാൻ നോർമൽ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് തന്നെ ഒരു ആർച്ച് ഡാമായിട്ടാണ് കണ്ടത്. അപ്പം ഞാൻ വിചാരിച്ചു മുല്ലപ്പെരിയാർ ആയിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ അതിന്റെ ഷേപ്പ് ഒക്കെ ആലോചിച്ചപ്പോൾ നമുക്കിപ്പം ഇടുക്കി ഒരു ഡാമുണ്ട്, ആർച്ച് ഡാമാണ്. ഞാനിത് ഒന്നുകൂടെ പറയാൻ, ഞാൻ എൻ്റെ മെഡിറ്റേഷൻ്റെ അനുഭവം ഞാൻ സത്യസന്ധമായിട്ട് കണ്ട കാര്യം ഞാൻ പറയാം. ഞാൻ ഒരു പ്രവാചകനല്ല, സ്വന്തമായിട്ട് പറയാം. ഇത് മുകളിൽ വരെ വെള്ളമുണ്ട്. ആ വെള്ളം പെട്ടെന്ന് തന്നെ നല്ല ഫോഴ്സിൽ അലതല്ലി വന്ന് ഇടിക്കുന്നു. ഇതിൽ വന്ന് ഇടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇത് പൊട്ടി ഇത് വീഴുന്നു. ഇതെന്തുകൊണ്ട് പൊട്ടിയെന്ന് നോക്കുമ്പോൾ കുറച്ചങ്ങ് അകലെയായിട്ട് ഒരു ഭൂകമ്പത്തിന്റെ ഒരു വൈബ്രേഷൻ, ഇങ്ങനെ ഒരു വൈബ്രേഷൻ പൊട്ടി വീഴുന്നു. ഒരുപാട് ഇങ്ങനെ എല്ലാം വലിച്ചെടുത്തുകൊണ്ട് പോകുന്നുണ്ട്. 2 മലകൾ അതിങ്ങനെ പോയി ഇങ്ങനെ കടലിൽ ഇങ്ങനെ പോയി. ഈ ഒരു സംഭവം എനിക്കത് മനസ്സിലായില്ല. ഇടുക്കിയിൽ നിന്ന് കടലിൽ ചേരണമെങ്കിൽ ആലപ്പുഴയിലോ എറണാകുളത്തോ വരണം. അത് പോവായിരിക്കാം. പക്ഷെ അത് എൻ്റെ ഒരു ആ സൂക്ഷ്മ തലത്തിൽ എനിക്ക് ആ ഡിസ്റ്റൻസ് കുറവായിരുന്നു. കാരണം ഇതൊക്കെ സൂക്ഷ്മ ശരീരത്തിൽ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന പോലത്തെ ഡിസ്റ്റൻസ് ഒന്നും അല്ല. നമുക്ക് പെട്ടെന്ന് അടുത്ത് തന്നെ കാണാൻ പറ്റും. ഈ ചന്ദ്രനും സൂര്യനും ഒക്കെ നമുക്ക് നമ്മുടെ കൈവെള്ളയിൽ തന്നെ കിട്ടും. അങ്ങനത്തെ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിങ്ങനെ ചെന്ന് ചേരുന്നുണ്ട്. ഇത് ഡാം പൊട്ടുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഒരു നമ്പർ പെട്ടെന്ന് തന്നെ നമ്പർ ഇങ്ങനെ ഒരു സംഖ്യ എഴുതി 12/9/2024. 12/9/2024. ഇന്ന് ഡേറ്റ്